ഹായ് ഗൈസ്, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫുള്ളി പ്ലാന്റ് ടാങ്കാണ്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് ആദ്യം പറഞ്ഞു തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൽ ബാക്ടീരിയ സ്റ്റാർട്ടറിൻ്റെ XB വന്ന് 5 ഗ്രാമിൻ്റെ 3 പാക്കറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആമസോണിൻ്റെ തന്നെ അക്യൂസോയിൽ ഒരു 4 to 5 kg മേലെയാണ് നമ്മൾ അക്യൂസോയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അക്യൂസോയിൽ ആഡ് ചെയ്ത് നമ്മൾ ഏകദേശം 2 ഇഞ്ച് ഹൈറ്റിൽ അക്യൂസോയിൽ ഫുള്ളായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഉപയോഗിച്ച ആദ്യത്തെ പ്ലാന്റ് തന്നെ നമ്മൾ കാണുന്നതാണ് ഇപ്പോൾ കണ്ട പ്ലാന്റ്. അത് കഴിഞ്ഞിട്ട് വേറെ കാർപ്പറ്റ് പ്ലാന്റ്സിന് കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഉപയോഗിച്ചതെല്ലാം റൊട്ടാറോട്ടിയുടെ റെഡ്, ഗ്രീൻ, പിന്നെ റൊട്ടാറോട്ടിയുടെ തന്നെ വേറൊരു വെറൈറ്റിയും ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഫിൽറ്റർ വന്നിട്ട് ഒരു ഹാങ് ഓൺ ബാക്കിൻ്റെ ആണ്. സോബോ WP 408 എന്ന് പറഞ്ഞ ഒരു ഹാങ് ഓൺ ബാക്ക് ഫിൽറ്ററാണ്. പിന്നെ നമ്മൾ അതിൽ CO2 ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്ത പ്ലാന്റിൽ ഇപ്പോൾ ആദ്യം ഒരു 90% പ്ലാന്റ്സും CO2 റിക്വയർഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ CO2 സിലിണ്ടർ വെച്ച് CO2 പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എടുത്ത് ചാടി ഒരിക്കലും ഒരു പ്ലാന്റ് ടാങ്ക് സെറ്റ് ചെയ്യാൻ നിൽക്കരുത്. എന്താണെന്ന് വെച്ചാൽ പ്ലാന്റ് ടാങ്ക് സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ആദ്യം ഫസ്റ്റ് ഒരു ബേസിക് നോളേജ് വേണം പ്ലാന്റ് ടാങ്കിൻ്റെ തന്നെ. അതുകൊണ്ട് നമ്മൾ ഇതൊരു സിമ്പിൾ സെറ്റപ്പിലാണ് ചെയ്ത് തീർത്തിരിക്കുന്നത്. ഇതിൻ്റെ അപ്ഡേറ്റ്സ് വീഡിയോസ് വന്നുകൊണ്ടേയിരിക്കും നമ്മുടെ ചാനലിൽ. അതുകൊണ്ട് ഈ ടാങ്കിൻ്റെ പിന്നെ ഒരു പ്രത്യേകത വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഇതൊരു കുഞ്ഞു ടാങ്ക് ആയതുകൊണ്ട് നമുക്ക് റേറ്റ് കുറവിൽ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ വിട്ടിരിക്കുന്ന ഫിഷുകൾ വന്ന് സ്ട്രിംസ് വിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ആൽഗെ ക്ലീൻ ചെയ്യുന്ന കുറച്ച് വെറൈറ്റി ഫിഷസിന് മാത്രമാണ് വിട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൽ തന്നെ പറയുന്ന ഒരു ഇതാണ്, നമ്മൾ ഈ ഗ്ലാസ് ഏത് മുമ്പിലാണ് ഉപയോഗിച്ചിരിക്കുന്നതാണ് കുറേ പേര് കമൻറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇത് 8 mm ഗ്ലാസ്സിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എത്ര ലോഡ് കൊടുക്കുകയാണെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. അതുകൊണ്ടാണ് നമ്മൾ 8 mm ചെയ്യുന്നത് ഗ്ലാസ്സിൽ. കുറച്ച് പ്ലാന്റ്സ് കൂടെ നമ്മൾ 20 days കഴിഞ്ഞ് ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ പഴയ പ്ലാന്റുകളുടെ മെൽറ്റൊന്നും ആവാതെ നമ്മൾ കെയർ ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട് തന്നെ. അപ്പോൾ നമ്മൾ പുതിയ പ്ലാന്റ്സ് ആഡ് ചെയ്യുമ്പോൾ അതിനെ മാത്രം നമ്മൾ കെയർ ചെയ്താൽ മതി. പിന്നെ ആൽഗെ ഇഷ്യൂസ് വരുന്നത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ കുറേ മെത്തേഡുകളുണ്ട്. നമ്മൾ ഇപ്പോൾ ചെയ്യുന്നൊരു മെത്തേഡ് നമ്മൾ സ്ട്രിംസിനെ വെച്ച് അത് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യാമെന്ന് പറഞ്ഞൊരു പ്ലാനിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതോടെ ഈ വീഡിയോ അവസാനിക്കുകയാണ്.